അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വനിതാ നിലാവ് ഖുർആനിക് സൊല്യൂഷൻസ് എന്ന ഈ ഒരു ചാനലിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. ജീവിതത്തിൽ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാകും. ജീവിതത്തിലെ ഈ ആഗ്രഹങ്ങൾ നേടാൻ നമ്മൾ പല വഴികളും അന്വേഷിക്കുന്നുണ്ട്. ഇത്തരത്തിൽ അന്വേഷിക്കുമ്പോൾ 100% നമ്മുടെ കാര്യങ്ങൾ നേടിക്കിട്ടുന്ന ഒരു വഴി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തന്നാലോ? ചിലപ്പോൾ നമ്മൾ ശരിയായ വഴിയിൽ നടക്കുന്നുണ്ട്, ചിലപ്പോൾ നമ്മൾ തെറ്റായ വഴിയിലേക്കും പോകുന്നുണ്ട് ഈ ഒരു ആഗ്രഹം നേടാൻ വേണ്ടിയിട്ട്. എന്നാൽ ഓരോ മനുഷ്യനും മനസ്സിലുള്ളൊരു ചോദ്യമുണ്ട്, ഞാൻ എങ്ങനെയാണ് എൻ്റെ ലക്ഷ്യം നേടുക എന്നുള്ളത്, എങ്ങനെ ഞാനൊരു നല്ല ജീവിതം നേടും എന്നുള്ളത്. അതിന് ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഈ ഒരു ചാനലിലുള്ള മറുപടി. ഇത് കാണാൻ അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീക്ക് നൽകട്ടെ. ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന വഴികൾ മനസ്സിലാക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും ഇൻഷാ അള്ളാഹ്. അതിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് കഴിയുമെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക. ഇതിന് അർഹതപ്പെടുന്നവരിലേക്ക്, ബുദ്ധിമുട്ടുന്നവരിലേക്ക്, പ്രയാസം അനുഭവിക്കുന്നവരിലേക്ക്, പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് ഈ ഒരു വനിതാ നിലാവ് ഖുർആനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ശ്രമിക്കാം ഇൻഷാ അള്ളാഹ്. ജീവിതം ഒരിക്കലും എളുപ്പമല്ല. ഓരോ ദിവസവും നമ്മൾ പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. ചില പ്രശ്നങ്ങൾ ചെറുതാണ്, ചിലത് വലുതാണ്, ചിലത് നമ്മൾക്ക് സഹിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. പലപ്പോഴും നമ്മൾ തളർന്നു പോകുന്നതുണ്ട്. ആരെങ്കിലും നമ്മളെ മനസ്സിലാക്കുമെന്ന് ചിന്തിക്കുന്നുണ്ട്. ചിലപ്പോൾ അടുത്തവരിൽ നിന്ന് തന്നെ നമുക്ക് വേദന ലഭിക്കുന്നുണ്ട്. വിശ്വസിച്ചവരിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് വഞ്ചന ലഭിക്കുന്നുണ്ട്. അത് നമ്മളെ കൂടുതൽ ഇടങ്ങേറാക്കുന്നുണ്ട്. നമുക്കൊക്കെ ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, കുടുംബ പ്രശ്നങ്ങളുണ്ട്, മക്കളെക്കുറിച്ചുള്ള ആശങ്കകളുണ്ട്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പലപ്പോഴും നമ്മൾ വിഷമിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടവനായിട്ട് തോന്നുന്നുണ്ട്. ആരും ഇന്നെ സഹായിക്കണില്ല എന്നൊരു തോന്നലും വരുന്നുണ്ട്. എത്രയോ ആളുകളാണെന്നറിയോ അങ്ങനെ ജീവിക്കുന്നത്. ഓരോ കമൻസുകളും കാണുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഇടങ്ങേറ് തോന്നും. റബ്ബേ, അവരുടെ ജീവിതം ഒന്ന് റെഡിയാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ, അവരുടെ ആ ഒരു പ്രശ്നം ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നുള്ളത്. അങ്ങനെ ഒരുപാട് നാളായിട്ട് ഒരു കമൻ്റ് ഇട്ടിരുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു അല്ലേ. എപ്പോഴും പറയും അവർ ആ ഒരു കാര്യം ഞാൻ അവിടെ പറയുന്നില്ല. ഞാൻ എന്താണ് ചെയ്യുക, നിങ്ങളുടെ നമ്പർ ഒന്ന് തരുമോ എന്ന് ചോദിച്ചിട്ടത്. അപ്പോൾ ഞാനൊരു തവണ അങ്ങനെ പറഞ്ഞേക്കും അവരുടെ കമൻറ്റിൻ്റെ താഴെ. ഞാൻ ഓരോ തവണ ഇടുമ്പോഴും അവർക്കിങ്ങനെ ഓരോരോ അമലുകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഈ ഒരു അമലുകളൊന്ന് ചെയ്ത് നോക്കിയും എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. 6666 ഞാരിയത്ത് സ്വലാത്താണ് ഞാനന്ന് ചൊല്ലാൻ പറഞ്ഞത്. ഒരു 3000 സംതിങ് ആയപ്പോൾ തന്നെ അവരുടെ ആ ഒരു കാര്യം നടന്ന് കിട്ടി. എൻ്റെ ഇടങ്ങേറ് മാറി. ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല ഈ ഒരു കാര്യം നടക്കും എന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞിട്ട് അവർ കമൻറ്റ് റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നി. അതിവിടെ നിന്ന് പറയാണ്. അപ്പോൾ ഇത്തരത്തിൽ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണ് നമ്മളിൽ പല ആളുകളും അല്ലേ. ഒരുപാട് കമൻസുകൾ ഞാൻ അത്തരത്തിൽ കാണാറുണ്ട് അല്ലേ. പലതിനും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്, ചിലതൊക്കെ കാണാതെ പോകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ടും വിഷമവും അനുഭവിക്കുന്നവർക്ക് നിങ്ങൾക്കൊക്കെ ഒറ്റപ്പെട്ടതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റക്കല്ല. അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. പക്ഷേ ഈ ലോകത്ത് ഒരാളും പരീക്ഷണങ്ങളില്ലാതെ ജീവിക്കണില്ല. ഓരോ മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ പരീക്ഷിക്കപ്പെടുന്നുണ്ട്. ചിലർ ചെറിയ പരീക്ഷണങ്ങൾ നേരിടും, ചിലർ വലിയ പരീക്ഷണങ്ങളാണ്. എന്നാൽ ഈ പരീക്ഷണങ്ങളെല്ലാം ഒരു കാരണത്തിലൂടെയാണ് വരുന്നത്, മനുഷ്യൻ ശരിയായ വഴിയിലേക്ക് തിരിക്കാൻ. മുൻകാലത്തൊരു സമൂഹം ഉണ്ടായിരുന്നു. അവരിങ്ങനെ തന്നെയാണ് ജീവിച്ചത്. എങ്ങനെയാണെന്നറിയോ? അവർക്ക് എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ അവർ അള്ളാഹിനെ മറന്നു. തെറ്റുകൾ ചെയ്യാൻ അവർ ഭയപ്പെട്ടില്ല. തെറ്റുകൾ അവർ തുറന്നു പറഞ്ഞു തന്നെ ചെയ്തു. ശരി തെറ്റ് എന്ന തിരിച്ചറിവ് അവർ നഷ്ടപ്പെടുത്തി. അത്തരത്തിലുള്ള ഒരു സമൂഹത്തിലേക്ക് അള്ളാഹു ഒരു പ്രവാചകനെ അയച്ചു. അദ്ദേഹം വളരെ സഹനമുള്ള ഒരാളായിരുന്നു. അദ്ദേഹം ആളുകളെ സ്നേഹത്തോടെ ഉപദേശിച്ചിരുന്നു. നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. അള്ളാഹിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞു. നിങ്ങൾ ജീവിതം തിരുത്തുക എന്നും പറഞ്ഞു. പക്ഷേ അവരാരും അദ്ദേഹത്തെ കേട്ടില്ല. അവർ അദ്ദേഹത്തെ പരിഹസിച്ചു, അവനെ അവഗണിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വില കൊടുക്കുകയും ചെയ്തില്ല. അവർ തങ്ങളുടെ തെറ്റുകളിൽ തന്നെ ഉറച്ചു നിന്നു. അദ്ദേഹം വീണ്ടും പറഞ്ഞു, വീണ്ടും പറഞ്ഞു, പലവട്ടമായിട്ട് പറഞ്ഞു. എന്നാലും അവർ മാറിയില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു പരീക്ഷണം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ അദ്ദേഹത്തെ പിന്തുണച്ചില്ല. അദ്ദേഹത്തിന് വലിയ ദുഃഖമായിരുന്നു അത്. എന്നാൽ അദ്ദേഹം തൻ്റെ ദൗത്യം നിർത്തുകയും ചെയ്തില്ല. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും എൻ്റെ ജീവൻ്റെ പാതി എൻ്റെ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പല ആളുകളും നടക്കുന്നതല്ലേ. അപ്പോൾ ആ ഒരു പാതി തന്നെ നമ്മളെ പിന്തുണക്കാതെ നമ്മളെ ഇകഴ്ത്തുകയും നമ്മളെ ഇല്ലാതാക്കാനും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തോറ്റു പോകൂലേ. അത്തരത്തിലുള്ളൊരു പരീക്ഷണം ഇവിടെയും വന്നു. അവസാനം അള്ളാൻ്റെ വിധി എത്തി. ആ ഒരു സമൂഹം മാറാൻ തയ്യാറായില്ല. അതിനാൽ ശിക്ഷ വരുമെന്നറിയിച്ചു. അദ്ദേഹത്തെയും വിശ്വസിച്ചവരെയും അവിടെ നിന്ന് പുറപ്പെടാനും പറഞ്ഞു. അവർ പുറപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭാര്യ പിന്നിൽ തന്നെ നിന്നു, മുന്നോട്ട് വന്നില്ല, അയാളോടൊപ്പം കൂടിയില്ല.
അതിനുശേഷം ആ സമൂഹം വലിയൊരു ശിക്ഷ ലഭിച്ചു. അവരുടെ പ്രദേശം തലകീഴായി മറിച്ചു. ആകാശത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല വലിയ കല്ലുകളെ വീഴ്ത്തി. അവർ ചെയ്ത തെറ്റുകളുടെ ഫലം അവർ അനുഭവിക്കുക തന്നെ ചെയ്തു. ഇത് ലോത്ത് നബിയുടെ ജീവിതത്തിൽ നടന്ന യഥാർത്ഥ സംഭവമാണ്. ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? സമൂഹം എന്ത് തെറ്റുകൾ ചെയ്താലും നമ്മൾ ശരിയായ വഴി തിരഞ്ഞെടുക്കണം. ആരൊക്കെ നമ്മളുടെ കൂടെ ഇല്ലയെന്ന് പറഞ്ഞാലും നമ്മൾ സത്യത്തിൽ നിൽക്കണം. തെറ്റിനെ തെറ്റെന്ന് പറയണം. അള്ളാഹുവിൽ വിശ്വാസം വെക്കണം. ജീവിതത്തിൽ എത്ര ബുദ്ധിമുട്ടുകൾ വന്നാലും അള്ളാഹു എന്നെ കൈവിടൂല. അതുകൊണ്ട് നമ്മൾ നമ്മളുടെ ജീവിതം തിരുത്തുക തന്നെ ചെയ്യണം. ശരിയായ വഴിയിൽ നടക്കണം. അതാണ് നമ്മുടെ വിജയം. എത്രയൊക്കെ നമ്മളെ ആരൊക്കെ തന്നെ കൂടെ കൂട്ടൂല, അല്ലെങ്കിൽ എൻ്റെ കാര്യത്തിന് ഞാനില്ല എന്ന് പറഞ്ഞാലും ഞാൻ ഒറ്റപ്പെടൂല എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ മനസ്സിലുള്ളിടത്തോളം കാലം, എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എൻ്റെ റബ്ബുണ്ട് എന്നുള്ള ആ ഒരു വാക്ക് നമ്മളുടെ ഉള്ളിലുള്ളിടത്തോളം കാലം നമ്മളെ തോൽപ്പിക്കാനും നമ്മളുടെ ഇല്ലാതാക്കാനും ഒരാളെ കൊണ്ട് സാധിക്കൂല. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ വിജയിക്കാനുള്ള വഴി കാണിച്ചു തരിക തന്നെ ചെയ്യട്ടെ. ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു അമലാണ്. ഇന്ന് മഗ്‌രിബിക്ക് ശേഷം നിങ്ങൾ ഒരു യാസീൻ ഓതുക. യാസീൻ ഓതി നിങ്ങൾ തുടങ്ങുക. ഒരു യാസീനാണെങ്കിൽ 1 അല്ലെങ്കിൽ ഒരു 3 എണ്ണാണെങ്കിൽ അത് നിയ്യത്ത് വെക്കാൻ മനസ്സിൽ. ഞാൻ ഈ ഒരു ആഗ്രഹം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് 41 യാസീന് നിയ്യത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത്. എന്നിട്ട് ഈ ഒരു വെള്ളിയാഴ്ച രാവിലെ നിങ്ങളതിന് ഓതി തുടങ്ങുക. എന്നിട്ട് അടുത്ത വെള്ളിയാഴ്ച രാവ് ആകുന്നതിന് മുമ്പിൽ ഈ 41 യാസീന് നിങ്ങൾ ഓതി തീർക്കണം. ഇത്തരത്തിൽ നിങ്ങളുടെ മനസ്സിലൊരാഗ്രഹം വെച്ചിട്ട് നിങ്ങൾ ഓതുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നല്ല രീതിയിൽ മനസ്സറിഞ്ഞുകൊണ്ട് ഓതാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. ഈ ഒരു മഹത്തായിട്ടുള്ള സൂറത്ത് യാസീനിൻ്റെ ബറക്കത്ത് കൊണ്ട്, വെള്ളിയാഴ്ച രാവിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ആ ഒരു കാര്യം നിങ്ങൾക്ക് റെഡിയാക്കി തന്നിട്ടുണ്ടാകും. ഇന്ന് മഗ്‌രിബിക്ക് ശേഷമുള്ള സമയമാണ് ഏറ്റവും നല്ലത്. നാളെയും നിങ്ങൾക്ക് ഈ ഒരു അമലിനെ ചെയ്ത് നോക്കാവുന്നതാണ്. നാളത്തെ ദിവസവും ഈ ഒരു അമലിനെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. എപ്പോഴാണെങ്കിലും 41 തവണ നാളെ മഗ്‌രിബിക്ക് മുമ്പായിട്ട് ചെയ്താലും മതി. പക്ഷേ കുറച്ചുകൂടെ ഒരു ഫലം എന്നുള്ളത് മഗ്‌രിബിക്ക്, അതായത് വെള്ളിയാഴ്ച രാവ് മഗ്‌രിബിക്ക് ശേഷം ചെയ്യലാണ് ഒന്നുകൂടെ മഹത്തായിട്ടുള്ള കാര്യം എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക. ഇത്തരം അറിവുകൾ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഒരിക്കലും വുളൂ ഇല്ലാതെ ഈ ഒരു സൂറത്ത് യാസീനിനെ ഓതാൻ വേണ്ടിയിട്ട് ശ്രമിക്കാതിരിക്കാം. നമ്മൾ ഈ ഒരു അമല് ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിലുള്ള ആഗ്രഹം തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു കാര്യം ചെയ്തിട്ട് എൻ്റെ മനസ്സിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീക്കി കിട്ടിയിട്ട് എൻ്റെ ആഗ്രഹം പൂവണിഞ്ഞ് കിട്ടും എന്നുള്ള പൂർണ്ണ ഒരു വിശ്വാസം നമുക്ക് വേണമല്ലേ. ആ ഒരു രീതിയിൽ നിങ്ങൾ ഈ ഒരു അമലിനെ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടുക തന്നെ ചെയ്യും. അതിന് മുമ്പിൽ എത്ര വലിയ പരീക്ഷണങ്ങൾ ഉണ്ടായാലും ആ പരീക്ഷണത്തെ റബ്ബ് സുബ്ഹാനഹു തആല മാറ്റി തരിക തന്നെ ചെയ്യും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു വെള്ളിയാഴ്ച രാവിലെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകളെയൊക്കെ നമ്മൾ ദുആയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നിങ്ങളുടെ വിലയേറെ ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക. നല്ലൊരു വിഷയമായിട്ട് ഇനി വീണ്ടും വരാം. ദുആ വസിയത്തോടു കൂടെ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.